Hello investors. ഇന്ത്യയിലെ ആദ്യത്തെ ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സ് ഫണ്ട് ഗ്രോ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ ഓഹരികൾ തന്നെയുണ്ട്. ഇന്ത്യയുടെ ഗ്രോത്തിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷേ വരും വർഷങ്ങളിൽ ഇപ്പോൾ ഏത് സ്റ്റോക്ക് അല്ലെങ്കിൽ സെക്ടർ ആവും ഗ്രോത്ത് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ ഈ ഒരു ഫണ്ടിൽ നിക്ഷേപിക്കുന്നത് ആലോചിക്കാം. പക്ഷേ നിക്ഷേപിക്കും മുമ്പ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറെ നിങ്ങൾ കൺസൾട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. growmf.in/tmi ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കും മുമ്പ് സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധിച്ചു വായിക്കുക. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ആർ സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക്. റീഡ് ഓൾ സ്കീം റിലേറ്റഡ് ഡോക്യുമെന്റ്സ് കെയർഫുള്ളി. Hi everyone, this is Rinsi from Groww Malayalam channel. നമ്മുടെ ലൈഫിലേക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നതൊക്കെ ഒത്തിരി സന്തോഷമുള്ളൊരു നിമിഷമാണ്. അപ്പം അധികം താമസിക്കാതെ തന്നെ നമ്മുടെ ചിലവുകളൊക്കെ കൂടാനും തുടങ്ങും. അപ്പോൾ ചിലവുകളുടെ ലിസ്റ്റ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ തുടങ്ങും. ഇപ്പോൾ വാക്സിനേഷൻ, പിന്നെ കുട്ടി വളരും തോറും എക്സ്പെൻസ് ഒക്കെ വളരും. അതായത് സ്കൂൾ ഫീസ്, കോളേജ് ഫീസ്, ട്യൂഷൻ, എക്സ്ട്രാ കോച്ചിങ്, അങ്ങനെ ലിസ്റ്റ് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അത് മാത്രമല്ല കേട്ടോ, നിലവിൽ ഇപ്പോൾ എഡ്യൂക്കേഷൻ ഇൻഫ്ലേഷൻ റേറ്റ് നോർമൽ ഇൻഫ്ലേഷൻ റേറ്റിനേക്കാളും ഇരട്ടിയാണ്. അപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിൽ കൺസ്യൂമർ ഇൻഫ്ലേഷൻ റേറ്റ് വരുന്നത് 6 മുതൽ 7% വരെയാണ്. പക്ഷേ എഡ്യൂക്കേഷൻ ഇൻഫ്ലേഷൻ റേറ്റ് വരുന്നത് 11 മുതൽ 12% വരെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കിപ്പോൾ ഒരു കുട്ടിയുണ്ടായി, അവൻ അല്ലെങ്കിൽ അവൾ വളർന്ന് കോളേജ് ഗ്രാജുവേറ്റ് ആവുന്ന വരെയുള്ള എല്ലാ ചെലവുകളും നമ്മളിന്ന് കവർ ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ ഫ്യൂച്ചർ കോസ്റ്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. സോ ഇപ്പം തന്നെ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സാധിക്കും. അപ്പം നിങ്ങളിപ്പോൾ ഒരു കുട്ടിക്ക് വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഒരു പാരന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫൈനാൻഷ്യലി ഒന്ന് ഒരുങ്ങാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കും. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. സോ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. നമുക്ക് ആദ്യം നിങ്ങളുടെ കുട്ടിയുടെ വളർച്ചയിൽ വരുന്ന ഓരോ എക്സ്പെൻസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഓരോ സ്റ്റേജിലും ഓരോ തരത്തിലാണ് ചെലവുകളൊക്കെ വരുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഇത് നമ്മൾ റഫായിട്ട് നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ആക്ച്വലി നിങ്ങളിപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്, അതുപോലെ തന്നെ ഏത് സ്കൂളിലാണ് നിങ്ങൾ കുട്ടീനെ വിടുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ഒക്കെ അനുസരിച്ച് ഇതിൽ മാറ്റം വരാം എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം നമുക്ക് സ്കൂളിൽ പോകും മുമ്പ് എന്തൊക്കെ ചെലവുകളാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ കുട്ടിയെ വളർത്തിയെടുക്കാവുന്ന സമയത്തായിരിക്കും നമുക്ക് കുറച്ചും കൂടി ചിലവുകളൊക്കെ കൂടുതലുള്ള സമയമായിരിക്കും. അപ്പം നമുക്കിവിടെ ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ പറയാം. ഇപ്പോൾ ബാംഗ്ലൂരുള്ള ലേഹയും ഭർത്താവും ഒരു ന്യൂ ബോൺ ബേബിക്ക് വേണ്ടിയിട്ട് നോക്കാനായിട്ട് ഒരു നാനീനെ നിർത്തുവാണ്. അപ്പം ഒരു 15,000 രൂപയോടെ എല്ലാ മാസം അതിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് 8 മാസത്തേക്ക് ഡയപ്പറിന് വേണ്ടിയിട്ട് 16,000 രൂപ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ റീയൂസബിൾ ക്ലോത്ത് ഡയപ്പർ ഡേ ടൈമിൽ യൂസ് ചെയ്തതിന് ശേഷമുള്ളതാണ് കേട്ടോ. ഇതുകൂടാതെ ഒരു 50,000 മുതൽ ഒരു 55,000 രൂപയോളം ഒരു വർഷം മെഡിസിൻ, വാക്സിനേഷൻ, ചെക്കപ്പിനൊക്കെ ആയിട്ട് വരും. അപ്പം ഈ ഒരു ചിലവുകളൊക്കെ നിങ്ങളിപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്, അതുപോലെ നിങ്ങളുടെ ചോയ്സ് ഒക്കെ അനുസരിച്ച് മാറും. ഇനിയിപ്പം സിബ്ലിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലോത്ത്സും ടോയ്സ് ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഇനി കുട്ടിക്ക് ഒരു 2 വയസ്സാകുമ്പോഴേക്കും നിങ്ങൾ പ്രീ സ്കൂളിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങും. അപ്പം ഒരു വർഷം 50,000 മുതൽ 1,00,000 രൂപ വരെയോളം ആവും. അപ്പം 2022 എക്കണോമിക് ടൈംസിന്റെ ഓൺലൈൻ റിസർച്ച് പ്രകാരം 3 വയസ്സ് വരെ കുട്ടീനെ വളർത്തിയെടുക്കാൻ ഏകദേശം 11,50,000 രൂപ ആകുമെന്നാണ്. അപ്പോൾ ഈ ഒരു ചിലവെന്ന് പറയുന്നത് കൂടാം ഇപ്പൊ എന്തെങ്കിലും ഒരു അൺഎക്സ്പെക്ടഡ് മെഡിക്കൽ എമർജൻസീസ് ഒക്കെ വന്നാൽ. ഇനി അടുത്ത് സ്കൂൾ എക്സ്പെൻസ് ആണ്. അപ്പോൾ ഇന്ത്യയിലെ എഡ്യൂക്കേഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ ഒരു പ്രൈവറ്റ് സ്കൂളിനെ കുറിച്ചൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ചിലവൊക്കെ കൂടുതൽ തന്നെയായിരിക്കും. അപ്പോൾ പ്രീ പ്രൈമറി മുതൽ +2 വരെ പഠിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്കൂൾ, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ബോർഡൊക്കെ അനുസരിച്ച് ഒരു 25 മുതൽ 50 ലക്ഷം രൂപയോളം വരും. അപ്പോൾ ആനുവൽ ഫീല് ഒരു 3% ഹൈക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇതൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് പറയുകയാണെങ്കിൽ പ്രീ പ്രൈമറിയിലേക്ക് ഒരു 3,09,000 രൂപ വരും. ഫസ്റ്റ് മുതൽ 8th വരെ 12,80,000 രൂപ, 9th 10th കൂടി 4,50,000 രൂപ, 11th 12th കൂടിയിട്ട് 5,14,000 രൂപയോളം വരും. പക്ഷെ സ്കൂളിംഗ് എക്സ്പെൻസ് ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല. ഇപ്പോൾ സിറ്റികളിലൊക്കെ ഹെൽത്ത് കെയർ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. ഇപ്പോൾ മുംബൈയിലൊക്കെ പ്രത്യേകിച്ച് ഒരു പീഡിയാട്രിഷ്യനെ കാണണമെങ്കിൽ 500 മുതൽ 2,500 രൂപയോളം വരും. ഇപ്പോൾ സ്കൂൾ ബസ് ഫീ അതിൽ മാറ്റങ്ങളൊക്കെ വരാം. ഇപ്പോൾ നിങ്ങളുടെ ദൂരമൊക്കെ അനുസരിച്ച് അതൊരു 30,000 മുതൽ 60,000 രൂപയോളം ഒരു വർഷം വരാം. പിന്നെ യൂണിഫോം, ബുക്സ് എല്ലാ വർഷം വരുന്ന ചെലവുകളാണ്. ഇപ്പോൾ യൂണിഫോമിന് ഒരു 3,000 മുതൽ 7,000 രൂപ വരും. എല്ലാ വർഷവും ടെക്സ്റ്റ് ബുക്കിനൊക്കെ ആയിട്ട് 4,000 മുതൽ 12,000 രൂപയോളം വരും. ഇനിയിപ്പം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ലൈക്ക് ഇപ്പോൾ ഡാൻസ് ക്ലാസ്, അതുപോലെ സ്വിമ്മിംഗ് ക്ലാസ്, പിന്നെ അത്യാവശ്യം വേണ്ട ഗാഡ്ജറ്റ്സ് ലൈക്ക് ഇപ്പോൾ ലാപ്ടോപ്പ് ഒക്കെ, പിന്നെ എൻട്രൻസ് എക്സാം ലൈക്ക് നീറ്റ്, JEE പോലുള്ള കോച്ചിങ് ക്ലാസ്സിനൊക്കെ 30,000 മുതൽ 5 ലക്ഷം രൂപയോളം ആകും. ഇതിനെക്കുറിച്ച് മിന്റ് ഒരു ഡീറ്റെയിൽഡ് ആർട്ടിക്കിൾ August 20th പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അവർ ഡൽഹിയിലുള്ള വൈഭവ് അഗർവാൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വൈഫ് നേഹയായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ 6 വയസ്സുള്ള കുട്ടിക്ക് എഡ്യൂക്കേഷൻ കോസ്റ്റ് വരുന്നത് ആനുവലി 1,56,000 രൂപയാണ്. അപ്പോൾ ഇതിൽ ട്യൂഷൻ, സ്കൂൾ ബസ് ഫീ, യൂണിഫോം, ബുക്സ് ഒക്കെ വരും. അപ്പോൾ ഡൽഹിയിലുള്ള ബാക്കി സ്കൂളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറവ് തന്നെയാണ്.
പിന്നെ ഡാൻസ് അതുപോലെ സ്വിമ്മിംഗ് ക്ലാസ്സിനായിട്ട് 38,400 രൂപയോളം ഒരു വർഷം ചെലവാക്കുന്നുണ്ട്. അപ്പോൾ വെക്കേഷൻ സമയത്ത് സമ്മർ ക്യാമ്പ്സ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ 5,000 മുതൽ 6,000 രൂപ വരും. അപ്പോൾ ഹെൽത്ത് കെയർ ഒട്ടും ചീപ്പല്ല. അപ്പോൾ മെഡിക്കൽ എക്സ്പെൻസ് ഒക്കെ ഒരു വർഷം 24,000 രൂപയോളം വരും. അപ്പോൾ അവരുടെ കുട്ടിയുടെ സോഷ്യൽ ലൈഫ് ക്ലോത്തിങ്ങിനൊക്കെ ആയിട്ട് അവർ 76,000 രൂപയോളം ചെലവാക്കുന്നുണ്ട് ഒരു വർഷം. സോ മിസ്റ്റർ അഗർവാളിന് ഒരു വർഷം, അതായത് 6 വയസ്സുള്ള കുട്ടിക്കായിട്ട് ഏകദേശം 3 ലക്ഷം രൂപ ചെലവാക്കുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി സ്കൂൾ ഫീസ് കൂടാതെ വേറെ ചെലവുകളും ഉണ്ട്. ഇനി അടുത്ത് ഹയർ സ്റ്റഡീസ് ആണ്. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയി കോളേജിലേക്ക് പോകുമ്പോൾ ഫൈനാൻസിൽ വലിയൊരു മാറ്റം തന്നെയാണ് വരുന്നത്. അപ്പം നിങ്ങളുടെ കുട്ടി ഇപ്പോൾ എഞ്ചിനീയറിംഗ്, മെഡിസിൻ, ലോ അല്ലെങ്കിൽ അക്കൗണ്ടൻസി എന്ത് തിരഞ്ഞെടുത്താലും ഈ കോഴ്സിൻ്റെയൊക്കെ ഫീസ് ഒരു 15 ലക്ഷം മുതൽ 50 ലക്ഷം രൂപയോളം വരെ വരാം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ അവർക്ക് കൂടുതൽ പഠിക്കണം, ലൈക്ക് ഇപ്പോൾ മാസ്റ്റേഴ്സ് ഡിഗ്രി ഒക്കെ എടുക്കണമെങ്കിൽ ചിലവ് വീണ്ടും കൂടും. അപ്പോൾ നിലവിൽ മെഡിക്കൽ കോഴ്സിന് ചിലവ് ഏകദേശം 50 ലക്ഷം രൂപയോളം വരും. പക്ഷേ കുറച്ച് വർഷങ്ങളിലുള്ള, അതായത് ഒരു 2030 ആകുമ്പോഴേക്കും ഇത് 80 ലക്ഷം രൂപയായിട്ട് എത്താം. ഇന്നിപ്പം എഞ്ചിനീയറിംഗ് ഡിഗ്രീൻ്റെ ചിലവ് വരുന്നത് 15 ലക്ഷമാണ്. പക്ഷേ ഇത് 2030 ആകുമ്പോഴേക്കും 37 ലക്ഷം രൂപയാവാം. അപ്പോൾ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ സീറ്റ് വാങ്ങുന്നത് ഒട്ടും ചീപ്പല്ല. ഇപ്പം 4 വർഷത്തെ ബിടെക്കിന് IITയിൽ 4 മുതൽ 20 ലക്ഷം രൂപയുടെ ഇടയ്ക്കാണ്. ഇനി IIMലാണ് ചേരാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ ചിലവ് ഒരു 8 മുതൽ 23 ലക്ഷം രൂപയോളം വരും. അപ്പോൾ ഇതിൽ നമ്മൾ കാറ്റ് അല്ലെങ്കിൽ ജിമാറ്റ് പോലുള്ള ടെസ്റ്റിന്റെ കോച്ചിങ് ഫീസ് പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഫൈനാൻസ് താല്പര്യമുള്ളവർക്കാണെങ്കിൽ സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ് CPA കോഴ്സിന് ഒരു 3,60,000 രൂപയോളം വരും. അതേസമയത്ത് സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് CMA ആണെങ്കിൽ 80,000 രൂപ മുതൽ 1,20,000 രൂപയോളം വരും. അപ്പോൾ ട്രെയിനിങ്ങും എക്സാം ഫീസും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ എമൗണ്ട് വരുന്നത്. ഇനിയിപ്പോൾ CA ചാർട്ടേഡ് അക്കൗണ്ടൻസി ആണെങ്കിൽ ചിലവ് കുറച്ചും കൂടി കുറവാണ്. ഒരു ഏകദേശം ഒരു 86,000 രൂപയോളം വരും. പക്ഷെ ഇതിൽ ട്യൂട്ടറിംഗ് ഫീസ് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പം ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ ആണ് ആഗ്രഹിക്കുന്നെങ്കിൽ ചിലവൊക്കെ നല്ല രീതിയിൽ കൂടും. അപ്പോൾ എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ എഡ്യൂക്കേഷൻ ഇൻഫ്ലേഷൻ റേറ്റ് ഇന്ത്യയിൽ മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ US കോളേജ് ട്യൂഷൻ ഫീസ് 1963 നിന്ന് 747.8% കൂടിയേക്കുന്നത്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ കുട്ടീനെ ഹാർവേഡ് പോലത്തെ ഐവി ലീഗ് കോളേജിലേക്ക് വിടാനാണോ പ്ലാൻ ചെയ്യുന്നത്? അങ്ങനെയെങ്കിൽ ഇൻഫ്ലേഷൻ കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോ. അപ്പോൾ ഹാർവേഡിൽ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ടോട്ടൽ കോസ്റ്റ് 2021-22 അക്കാഡമിക് ഇയറിൽ $84,178 നിന്ന് 2022-23 അക്കാഡമിക് ഇയറിൽ $84,413 ആയിട്ട് കൂടിയിട്ടുണ്ട്. അതുപോലെ MITയുടെ ആനുവൽ സ്റ്റുഡൻറ് ബഡ്ജറ്റ് 2021-22 $77,020 നിന്ന് 2022-23 $79,850 ആയിട്ട് കൂടിയിട്ടുണ്ട്. സോ ഈ ഒരു ഫീസ് നിങ്ങൾ ഡോളറിൽ നിങ്ങൾ അടയ്ക്കണം. അപ്പോൾ ഡോളറിന്റെ മൂല്യം റുപ്പീസ് ആയിട്ട് കൂടുന്നതും കുറയുന്നതും അനുസരിച്ച് നിങ്ങൾ അടയ്ക്കുന്നതിൽ മാറ്റം വരാം. സോ ഇതൊക്കെയാണ് ഒരു കുട്ടി വളർന്നു വരുമ്പം നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ജനറൽ ആയിട്ടുള്ള ചിലവുകൾ. അപ്പോൾ ആക്ച്വലി നിങ്ങൾ ചിലവാക്കുന്നതിൽ പല കാര്യങ്ങൾ കൊണ്ടൊക്കെ മാറ്റം വരാം. ലൈക്ക് നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് ഒക്കെ അനുസരിച്ച് ഇതിൽ മാറ്റം വരാം. ഇനിയിപ്പോൾ നിങ്ങൾ ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ ക്ലോത്ത്സ്, ബുക്സ്, ടോയ്സ് ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ട് കുറച്ചും കൂടി നിങ്ങൾക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഒരു കുട്ടീനെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ഫേസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ എഡ്യൂക്കേഷൻ, ഹയർ സ്റ്റഡീസ്, അതുപോലെ വിവാഹമൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫൈനാൻഷ്യൽ സ്ട്രാറ്റജി ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം എങ്ങനെ നമുക്ക് ഈ ചെലവുകളൊക്കെ മാനേജ് ചെയ്യാം എന്നുള്ളത് ഞാൻ ഇനി പറയാം. നിങ്ങളുടെ കുട്ടിയുടെ ഭാവിക്ക് വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും അത്. ഇപ്പോൾ ഷോർട്ട് ടേം അതുപോലെ ലോങ് ടേം ഗോൾസിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അത് വേണമെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ആവാം, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആവാം, അല്ലെങ്കിൽ സിമ്പിൾ സേവിങ്സ് അക്കൗണ്ട് ആവാം. അപ്പോൾ നേരത്തെ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് കോമ്പൗണ്ടിങ്ങിന് ബെനിഫിറ്റ് ലഭിക്കും. അപ്പോൾ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം മുന്നോട്ടേക്ക് പോകുമ്പോൾ. ഇനി അടുത്തത് പ്രയോറിറ്റീസ് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് നോക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ ബാക്കി ആവശ്യങ്ങളെ വെല്ലുവിളി ആവാൻ വേണ്ടിയിട്ട് പാടില്ല. ലൈക്ക് ഇപ്പോൾ നിങ്ങളുടെ റിട്ടയർമെൻറ്റിനൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാലൻസ് കണ്ടെത്തണം. അതായത് നിങ്ങൾക്ക് എന്താണ് നൽകാൻ വേണ്ടി സാധിക്കുന്നത് അത് നൽകാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. ഇപ്പോൾ നിങ്ങളുടെ കുട്ടി ഇപ്പോൾ ഒരു സ്കൂളിലേക്ക് അല്ലെങ്കിൽ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം റിവേഴ്സ് ചെയ്യുന്നത് ചിലവേറിയതായിരിക്കും. ഇനി അടുത്തത്, നിങ്ങളുടെ കുട്ടി വളർന്നു വരുന്നവരെ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും അവരുടെ കരിയർ പാത്ത് എന്താണ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു എഡ്യൂക്കേഷൻ ഫണ്ട് പ്ലാൻ ചെയ്യുന്നത് നല്ലതാവും. കാരണം ജനറൽ ഇൻഫ്ലേഷൻ റേറ്റിനേക്കാളും എഡ്യൂക്കേഷൻ കോസ്റ്റ് ഒക്കെ നല്ല രീതിയിൽ കൂടുന്നതുകൊണ്ട് തന്നെ. ഇനി അടുത്തത് നിങ്ങളുടെ എക്സ്പെൻസ് ട്രാക്ക് ചെയ്യുക എന്നതാണ്. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വരുന്ന ചിലവുകൾ മാനേജ് ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി എക്സ്പെൻസ് ട്രാക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു മന്ത്ലി എക്സ്പെൻസ് ട്രാക്കർ ഉണ്ടാക്കുക. അപ്പം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ സ്കൂൾ ഫീസ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കാത്ത ചിലവുകൾ കാരണം കോസ്റ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നമുക്ക് നോക്കാം എങ്ങനെ നിങ്ങളുടെ കുട്ടിക്കായിട്ട് ശരിയായ ഒരു സേവിങ്സ് പ്ലാൻ തിരഞ്ഞെടുക്കാം എന്നുള്ളത്. അപ്പോൾ പല എക്സ്പെൻസിനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് ഭാവിയിൽ പല ആവശ്യങ്ങളുണ്ടാവും. അത് എഡ്യൂക്കേഷൻ ആവാം, ഹെൽത്ത് കെയർ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി ഒക്കെ ആവാം.
സോ ഇതൊക്കെ കവർ ചെയ്യാനുള്ള വലിയൊരു കോർപ്പസ് നിങ്ങൾ പ്ലാൻ ചെയ്യുക. അപ്പം ഇൻഫ്ലേഷൻ റേറ്റ് മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ കോസ്റ്റ് ഒക്കെ കൂടുന്നുണ്ട്. അപ്പം നിങ്ങളുടെ പ്ലാൻ ഇപ്പോൾ എന്തും ആയിക്കോട്ടെ, കുട്ടിയുടെ ഭാവിക്ക് ആവശ്യമായി കൂടിക്കൊണ്ടിരിക്കുന്ന ചെലവുകൾ കൂടി നിങ്ങൾ അതിൽ കണക്കാക്കണം. ഇനി അടുത്ത് നിങ്ങളുടെ കറക്റ്റ് ഇൻകം ഒന്ന് നിങ്ങൾ അസസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ നിലവിൽ വരവ് അതുപോലെ ചിലവാക്കുന്ന രീതി നിങ്ങളൊന്ന് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കുട്ടിയുടെ ഭാവിക്ക് വേണ്ടിയിട്ട് ഇതിൽ നിന്ന് എത്ര നിങ്ങൾക്ക് മാറ്റി വെക്കാൻ സാധിക്കും എന്നുള്ളതൊന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് പ്ലാൻ എടുക്കണം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ലോ റിസ്കിൽ ലോങ് ടേം പ്ലാനാണ് നിങ്ങൾ നോക്കുന്നത്. ലോങ് ടേം പ്ലാനുകൾക്കൊക്കെ ഒരു അഷ്യൂർഡ് മെച്യൂരിറ്റി എമൗണ്ട് ആവും ഉണ്ടാവുന്നത്. സോ ഇത് നിങ്ങളെ സഹായകരമാവും നിങ്ങൾക്ക്. അപ്പോൾ ഏറ്റവും കുറവ് റിസ്ക് ഉള്ള ഓപ്ഷൻ തന്നെ നിങ്ങൾ എടുക്കുക, എന്നാലേ അത് ഉപകാരത്തിൽ ഒക്കെ ഉള്ളൂ നിങ്ങൾക്ക്. ഇനി നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന ഫിക്സഡ് ഡിപ്പോസിറ്റ്, അതുപോലെ റെക്കറിംഗ് ഡിപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണെങ്കിൽ സേഫ്, അതുപോലെ തന്നെ റിസ്ക്കും കുറവാണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ ഭാവിയുടെ റിസ്ക് എടുക്കാൻ വേണ്ടി താല്പര്യമില്ലാത്ത ഒരു പാരന്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ ഹൈ റിട്ടേൺസ് തരാൻ സാധിക്കുന്ന പല ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ സുകന്യ സമൃദ്ധി യോജനയൊക്കെ. ഇപ്പോൾ സുകന്യ സമൃദ്ധി യോജന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സേവിംഗ് സ്കീംസ് ആണിത്. അപ്പം കുട്ടി ജനിച്ച് ഒരു 10 വയസ്സാകും മുമ്പ് ഈ ഒരു പ്ലാൻ നിങ്ങൾ തുടങ്ങണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് പോസ്റ്റ് ഓഫീസിലോ ഓതറൈസ്ഡ് ബാങ്കിലോ നിങ്ങൾക്ക് ഇത് തുടങ്ങാവുന്നതാണ്. അപ്പോൾ വാലിഡിറ്റി വരുന്നത് 21 വർഷം അല്ലെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞ് കുട്ടിയുടെ വിവാഹം നടക്കുമ്പോഴാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 8% പെർ ഇയർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് 250 രൂപ മുതൽ മാക്സിമം 1.5 ലക്ഷം രൂപ വരെ ഒരു വർഷം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഇതിൽ. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ലംസമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ പല ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് സെക്ഷൻ 80C കീഴിൽ ടാക്സ് ഡിഡക്ഷന് എലിജിബിൾ ആയിരിക്കും. അപ്പോൾ പെൺകുട്ടിക്ക് 18 വയസ്സാവുമ്പോഴേക്കും അക്കൗണ്ട് ബാലൻസിന്റെ 50% എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടോ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. അപ്പോൾ 21 വർഷം കഴിഞ്ഞതിന് ശേഷം അക്കൗണ്ട് ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പം അക്കൗണ്ട് ഹോൾഡർ മരണപ്പെടുന്ന ഒരു കണ്ടീഷനിലും നിങ്ങൾക്ക് അത് ക്ലോസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സുകന്യ സമൃദ്ധി യോജനയെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളൊരു സെപ്പറേറ്റ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ഇനി അടുത്തത് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് PPF ആണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ ഭാവിക്ക് വേണ്ടി സുരക്ഷിതമായിട്ടും അതുപോലെ ടാക്സ് എഫിഷ്യൻറ്റും ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് PPF എന്ന് പറയുന്നത്. അപ്പോൾ 15 വർഷമാണ് ഡ്യൂറേഷൻ വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് 5 വർഷത്തെ ബ്ലോക്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. സോ ഇതുവഴി നിങ്ങളുടെ കുട്ടിയുടെ ഭാവിക്ക് വേണ്ടിയിട്ട് ഒരു തുക നിങ്ങൾക്ക് സ്വരൂപിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ പേരിൽ നിങ്ങൾക്ക് PPF അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ സുകന്യ സമൃദ്ധി യോജനയെ പോലെ തന്നെ ഇവിടെ മിനിമം എമൗണ്ട് വരുന്നത് 250 രൂപയാണ്. അതുപോലെ തന്നെ മാക്സിമം എമൗണ്ട് വരുന്നത് 1.5 ലക്ഷം രൂപയാണ്. അപ്പോൾ സെക്ഷൻ 80C കീഴിൽ ടാക്സ് ഡിഡക്ഷനും ഇവിടെ നമുക്ക് ലഭിക്കും. അപ്പോൾ ജൂലൈ 2023 പ്രകാരം ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 7.1% ആണ്. അപ്പോൾ ഇത് ആനുവലി കോമ്പൗണ്ട് ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് നല്ലൊരു തുക സ്വരൂപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ മെച്യൂരിറ്റിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന എമൗണ്ട് അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ടാക്സ് ഫ്രീ ആണ് ഇവിടെ. അപ്പോൾ നിങ്ങളുടെ കുട്ടിക്കായിട്ടുള്ള ലോ റിസ്ക് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ തന്നെയാണ് PPF പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് എന്നുള്ളത്. അടുത്തത് മ്യൂച്വൽ ഫണ്ട്സ്. ഇപ്പോൾ ലോങ് ടേം സേവിങ്സ് പ്ലാനിനൊക്കെ ഇൻഫ്ലേഷൻ നല്ല രീതിയിൽ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ PPF സുകന്യ സമൃദ്ധി യോജനയൊക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മ്യൂച്വൽ ഫണ്ട്, പ്രത്യേകിച്ച് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ഇൻഫ്ലേഷൻ മറികടക്കുന്ന റിട്ടേൺസ് നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ലാർജ് ക്യാപ് ഫണ്ട്സിനൊക്കെ റിസ്ക് കുറവാണ് കമ്പാരിറ്റീവ്ലി, അതുപോലെ തന്നെ സ്റ്റേബിൾ ഗ്രോത്തും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വെൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കമ്പനിയിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ വോളറ്റിലിറ്റിയും കുറവാണ്. അപ്പോൾ മിഡ് ക്യാപ്പ് അതുപോലെ മൾട്ടി ക്യാപ്പ് ഫണ്ട്സ് ഒക്കെ നോക്കുകയാണെങ്കിലോ ഹൈ റിട്ടേൺസ് ആണ് ഓഫർ ചെയ്യുന്നത്, ഹൈ വോളറ്റിലിറ്റിയോടെ. അപ്പോൾ പലതരത്തിലുള്ള ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇത് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് SIP വഴി നിങ്ങൾക്ക് ഇത് തുടങ്ങാവുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് കോമ്പൗണ്ടിങ്ങിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഓർക്കുക, മ്യൂച്വൽ ഫണ്ട്സിന്റെ ഹൈ റിട്ടേൺസ് അതുപോലെ ഫ്ലെക്സിബിലിറ്റി ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിച്ച് പ്ലാൻ ചെയ്യുക, അതുപോലെ മോണിറ്റർ ചെയ്യേണ്ടതായിട്ടും ആവശ്യമുണ്ട് ഇത്. സോ ഇതൊക്കെയാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച ഓപ്ഷൻസ്. അപ്പം വേറെ പല ഓപ്ഷൻസും ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് അധികം റിസ്ക് എടുക്കാതെ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു ഇൻവെസ്റ്റർ ആണ് നിങ്ങളെങ്കിൽ PPF അതുപോലെ സുകന്യ സമൃദ്ധി യോജനയൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. ഇനിയിപ്പോൾ ഒരു മോഡറേറ്റ് ടു ഹൈ റിസ്ക് എടുക്കാമെങ്കിൽ ഇക്വിറ്റി അതുപോലെ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു മിക്സ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ കുട്ടിയുടെ പ്രായം അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ഗോൾ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. എവിടെ അതുപോലെ എങ്ങനെ മന്ത്ലി എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നതനുസരിച്ച് നിങ്ങളുടെ റിട്ടേൺസിൽ അത് വലിയൊരു മാറ്റം തന്നെ ഉണ്ടാക്കും. സോ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സമയം കഴിയും തോറും നിങ്ങളുടെ മക്കളെ വളർത്തിയെടുക്കുന്നതൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും നേരത്തെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഡൈവേഴ്സിഫൈ ചെയ്യുക നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്. അതുപോലെ തന്നെ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ ഇടയ്ക്ക് ശ്രദ്ധിക്കണം. അതായത് നിങ്ങളുടെ പ്ലാൻ മാറുന്നതനുസരിച്ച് അതിൽ നിങ്ങൾ മാറ്റങ്ങൾ നിങ്ങൾ വരുത്തണം. അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കുന്നത് എങ്ങനെയാണ് എന്നതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്കും കൂടി ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാം. സോ നമുക്ക് ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി.
Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.